ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ദോശയുടെ റെസിപ്പിയാണ്. കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ദോശയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ജാർ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയും പിന്നെ കുഞ്ഞിനായതുകൊണ്ടാണ് ഞാൻ പനങ്കൽക്കണ്ട് എടുത്തത്. പഞ്ചസാര ആയാലും മതി. അപ്പോൾ ഞാൻ പനങ്കൽക്കണ്ടും പിന്നെ ഒരു മുട്ടയും പിന്നെ നമുക്ക് പഴമാണ് വേണ്ടത്. ഞാനിവിടെ റോബസ്റ്റ് പഴമാണ് എടുത്തേക്കുന്നത്. പിന്നെ 2 ബദാമും 2 കാഷ്യൂവും കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ ഇട്ട് ഇനി നല്ലതുപോലെ നമ്മൾ അടിച്ചെടുക്കണം. ദേ ഈ കാണുന്ന പോലെ നമ്മൾ മാവ് തയ്യാറാക്കണം. ഇനി ദോശക്കല്ല് വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ മാവും കൂടെ ഒഴിച്ച് ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നുണ്ട്. വളരെ സിമ്പിളായിട്ടും നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒരു സൈഡ് വെന്തപ്പോൾ അടുത്ത സൈഡ് ഞാൻ മറിച്ചിട്ട് കൊടുത്തു. അങ്ങനെ ദോശ ഇവിടെ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിതൊന്ന് ഓരോന്ന് ചുട്ടെടുത്ത് മാറ്റാവുന്നതാണ്. ഞാനിപ്പോൾ ഇതൊന്ന് ആയി വന്നിട്ടുണ്ട്. ഇതിനൊരു ബ്രൗൺ കളർ വരുന്നത് നമ്മൾ പഴം ചേർത്ത് ഇരിക്കുന്നത് കൊണ്ടാണ്, അല്ലാതെ കരിഞ്ഞു പോയത് കൊണ്ടല്ല. അപ്പോൾ നമ്മളത് ഒരു ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള ദോശയും കൂടെ ഇതുപോലെ നെയ്യും തടവി നമ്മുടെ മാവ് ഒഴിച്ച് ചുട്ടെടുക്കാവുന്നതാണ്. ഇതിൻ്റെ മുകളിലായിട്ടും കൂടെ ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഡിന്നറിന് വേണ്ടി ഇതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.